താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. ഇന്നലെ നമ്മൾ ചെയ്ത ആ ലൈവ് വീഡിയോയ്ക്ക് അഭൂതപൂർവമായ പ്രതികരണമാണ് വിവിധ തലങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നത്. പെന്തക്കോസ്ത് വിഭാഗങ്ങളിൽ നിന്ന് തന്നെ ധാരാളം പാസ്റ്റേഴ്സ്, യങ്സ്റ്റേഴ്സ് ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നെ തന്നെ അതിശയിപ്പിക്കുന്ന വിധത്തിലാണ് ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് 30 വർഷം മുമ്പ് ഇതുപോലെ ഒരു ശുഭ പാസ്റ്ററും ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയയും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അബദ്ധം പറ്റിയില്ലായിരുന്നു എന്നൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ ഇനി കഴിഞ്ഞതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. പുതിയ ആളുകൾ ഇങ്ങനെയുള്ള കുഴികളിൽ ചാടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. എനിക്ക് കിട്ടിയ മെസ്സേജുകളിൽ ഒരു അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വിഷയം, പൗരോഹിത്യത്തെ പറ്റി ഒരാളൊരു സംശയം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത്, പാപമോചനത്തിനുള്ള അധികാരം പുരോഹിതന്മാർക്കുണ്ടോ, മറ്റുള്ളവർക്കില്ലേ? എല്ലാവർക്കും ആ അധികാരമില്ലേ? അപ്പം അദ്ദേഹം 1 പത്രോസ് 2-ാം അധ്യായത്തിൽ നിന്നാണ് ആ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത്. 1 പത്രോസ് 2:9 നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്യമാണ്, ചിരപരിചിതമായ വാക്യമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. രൂഹമ്മ എന്ന് പറഞ്ഞാൽ കരുണ ലഭിച്ചവൾ. അപ്പൊ ഇതാണ്, ഈ വാക്യമാണ് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വാക്യം. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പലരും കണ്ടു കാണും, ഈ മാമലശ്ശേരി പള്ളി, യാക്കോബായ വിഭാഗത്തിന് പള്ളി നഷ്ടപ്പെട്ടപ്പോൾ അവരവിടെ ഒരു സ്ഥലത്ത് ഓല കൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി ഉണ്ടാക്കാൻ വേണ്ട ഓല തൊട്ടടുത്തുള്ള ഒരു ശ്രീരാമകൃഷ്ണ ക്ഷേത്രം സംഭാവന ചെയ്തു. അപ്പം ഹൈന്ദവരായിരിക്കുന്ന സഹോദരങ്ങൾ സംഭാവന ചെയ്ത ഓല കൊണ്ടാണ് ഇവരൊരു പള്ളി ഉണ്ടാക്കി. അതേപ്പറ്റിയുള്ള ഒരു വീഡിയോ ക്ലിപ്പൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, ഇന്നിപ്പോൾ അതൊരു വാർത്തയാണ്. എന്നാൽ കേരളത്തിൽ നമുക്ക് നല്ലൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു വാർത്തയല്ലായിരുന്നു. അന്ന് ക്ഷേത്രത്തിലൊരാവശ്യം വന്നാൽ ക്രൈസ്തവരും, ക്രിസ്ത്യാനികൾക്കൊരാവശ്യം വന്നാൽ ഹൈന്ദവരും, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഹൈന്ദവർ അവരുടെ ആവശ്യങ്ങളിൽ സഹകരിക്കുകയും ഹിന്ദുക്കളുടെ കാര്യങ്ങൾക്ക് മുസ്ലിങ്ങൾ സഹായവും പിന്തുണയും നൽകുകയും ഒക്കെ ചെയ്ത ഒരു we had a very golden bygone era. അപ്പൊ നമ്മൾക്ക് ആ പോയ സുവർണ കാലം, കേരളത്തിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ സഹോദരന്മാരെ പോലെ കഴിഞ്ഞ ഒരു കാലം ഈ കേരളത്തിലുണ്ടായിരുന്ന, അത് അങ്ങ് വിദൂര കാലമൊന്നുമല്ല, ഒരു 50 വർഷം മുമ്പ് വരെ അങ്ങനെയായിരുന്നു. പെട്ടെന്ന് എങ്ങനെയാണ് ഈ കേരളത്തിൽ ഈ വ്യത്യാസം വന്നത്? ഈ 50 വർഷത്തിനിടയിൽ എന്താണ് സംഭവിച്ചത്? 50 വർഷത്തിനിടയിൽ കേരളത്തിന്റെ സമൂഹ ഗാത്രത്തിൽ 3 ക്യാൻസർ പിടിപെട്ടു. അതിലെ ഒന്നാമത്തെ ക്യാൻസർ ബാധിച്ചത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഇടയിലാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ ബോഡിയിൽ ബാധിച്ച ക്യാൻസറാണ് പെന്തക്കോസ്റ്റ്. ഈ പെന്തക്കോസ്ത് എന്ന ക്യാൻസർ ബാധിച്ചപ്പോൾ പെന്തക്കോസ്തുകാർ പറഞ്ഞു, നമ്മൾ ഹിന്ദുക്കളുടെ കാര്യങ്ങളിൽ സഹകരിക്കാൻ പാടില്ല. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നതൊക്കെ പിശാചാണ്, ബൈബിളിൽ പറയുന്ന പിശാചാണ് അവിടെ ഇരിക്കുന്നത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചല്ല, ഇത് ക്രമേണ ഈ വിഷം ഇവർ കുത്തിവെച്ചു. ഈ വിഷം ഇവർ കുത്തിവെച്ചിട്ട് ക്രിസ്ത്യൻ കോൺഷ്യസിലേക്ക് ഇൻജെക്ട് ചെയ്തു ഈ വലിയ പോയിസൺ. അത് ഏറ്റവും കൂടുതൽ ഇൻജെക്ട് ചെയ്യപ്പെട്ട ഒരു വിഭാഗം മാർത്തോമക്കാരാണ്.
മാർത്തോമക്കാരെയാണ് ഏറ്റവും ബാധിച്ചത്. കാരണം മാർത്തോമക്കാര് കുറച്ച് സുവിശേഷ തൽപരരായിട്ടും കുറച്ച് പാശ്ചാത്യ ശൈലികളും ഉപദേശങ്ങളും അനുകരിക്കുകയും പാശ്ചാത്യ മാതൃകയിലുള്ള കൺവെൻഷനുകളും കൈകൊട്ടിപ്പാട്ടുകളും നടത്തുകയും ചെയ്തിരുന്നത് കൊണ്ട് ഈ വിഷം കലർത്താൻ എളുപ്പമായിരുന്നു. അപ്പൊ അങ്ങനെ മാർത്തോമക്കാരുടെ ഇടയിൽ ബോധപൂർവം പരിശുദ്ധ മറിയത്തോടുള്ള വെറുപ്പും വിദ്വേഷവും കുത്തിവെച്ചു. അപ്പം മറിയത്തെ പരിഹസിക്കുന്നതും മറിയത്തെ നിന്ദിക്കുന്നതും ഒരു ഫാഷനായി, അല്ലെങ്കിൽ അതൊരു ആത്മീകതയുടെ ലക്ഷണമായി വ്യാഖ്യാനിക്കപ്പെട്ടു. പരിശുദ്ധ മറിയത്തെ കേരളത്തിൽ ജാതിമതഭേദമന്യേ എല്ലാവരും ബഹുമാനിച്ചുകൊണ്ടിരുന്ന, ഹൈന്ദവരാണെ പോലും അമ്മ എന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഹൈന്ദവരുടെ ഇടയിൽ അമ്മ ദൈവങ്ങൾക്ക് വലിയ സ്വാധീനമുള്ളത് കൊണ്ട് യേശുവിന്റെ അമ്മ മറിയത്തിന്റെ പള്ളികളെയും അവർ ആ രീതിയിൽ കാണുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വണങ്ങുകയും ചെയ്തു പോകുന്നു. അപ്പോൾ ഇത് പിശാചാണ് എന്ന് വ്യാഖ്യാനിച്ചു. ഈ സമൂഹ ഗാത്രത്തിൽ വിഷം കലർത്തിയ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന വിധേയമാക്കാൻ പറ്റിയ ഒരു വിഷയമാണ്. കേരളത്തിലെ കമ്മ്യൂണൽ ഹാർമണി തകർന്നത് എങ്ങനെ എന്നൊരു വിഷയം വേണ്ടി വന്നാൽ ഒരു ഡോക്ടറേറ്റിനുള്ള വിഷയം തന്നെയുണ്ട്. ഇപ്പൊ എന്നെ ഈ ലൈവ് കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറൽ തീസിസ് സമർപ്പിക്കാനുള്ള വിഷയമാണ്. ഇതാരും ഈ വിഷയത്തിൽ ഇതുവരെ ഡോക്ടറേറ്റ് ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് വളരെ ഈസി ആയിരിക്കും. ഇത് കേരളത്തിലെ കമ്മ്യൂണൽ ഹാർമണി തകർന്നത് എങ്ങനെയാണ്? സമൂഹ അന്തരീക്ഷം കലുഷിതമായതും സമാധാനപരമായ സഹവർത്തിത്വം അസാധ്യമായതും എങ്ങനെയാണ്? അത് വന്ന വഴി അത് ഈ പെന്തക്കോസ്തുകാരാണ് കൊണ്ടുവന്നത്. അവർ ക്രമേണ ഇങ്ങനെയുള്ള വിഷം കുത്തിവെച്ചു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ അവനെ നടത്തുന്നു. കൂരിരുൾ പാതയിൽ കൂടെ നടന്നാലും ഞാൻ രണ്ടത്തും ഭയപ്പെടില്ല, തിരുനാമ നിമിത്തം അവനെ നീതിവാദങ്ങളിൽ നടത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളായിരുന്നു കേരളീയ ക്രൈസ്തവർക്ക് പരിചിതമായ വാക്യം. അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ മഹോന്നതന്റെ മറവിൽ ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ. അതിൽ നിന്ന് മലയാളി ക്രൈസ്തവരെ കൂടുതൽ മതവിദ്വേഷം ധ്വനിപ്പിക്കുന്ന വാക്യങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിച്ചു. മറ്റൊരുത്തനിലും രക്ഷയില്ല. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്താണ് ഉദ്ധരിക്കുന്നതെന്ന് ഓർക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ യേശു ക്രിസ്തുവിന്റെ നാമം അല്ലാതെ വേറെ നാമമില്ല. ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവ്നിസം ധ്വനിപ്പിക്കുന്ന വാക്യങ്ങൾ പ്രചരിപ്പിച്ചു, ഭിത്തികളിൽ എഴുതി വെച്ചു, മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചു. ദൈവസ്നേഹം തുളുമ്പുന്ന, കേൾക്കുന്നവർക്ക് പോലും സമാധാനവും സന്തോഷവും തോന്നുന്ന വാക്യങ്ങൾക്ക് പകരം വെറുപ്പിക്കൽ എന്ന കലാപരിപാടി പെന്തക്കോസ്തുകാർ ആരംഭിച്ചു. അത് അഹമഹമികയ മാർത്തോമക്കാരും ചുരുക്കമായി യാക്കോബായക്കാരും ഒടുവിലായി കത്തോലിക്കരും ഏറ്റെടുത്തു. സ്പിരിച്വാലിറ്റിയുടെ ലക്ഷണം, ആത്മീകതയുടെ ലക്ഷണം വേർപാടാണ്. ഇപ്പൊ ഹിന്ദു സഹോദരങ്ങളുമായിട്ട് വേർപെടണം, അവരുടെ ക്ഷേത്രങ്ങളുമായിട്ട് അകലം പാലിക്കണം, അവരുടെ ആരാധനകളുമായിട്ട് അകലം പാലിക്കണം. അപ്പൊ ഇത് ഇങ്ങനെ കർണാകർണിയ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ട് ഞാനൊക്കെ കേട്ടിട്ടുള്ളതാ ചെറുപ്പത്തിൽ. പിശാചാണ്, അങ്ങോട്ട് പോകരുത്. അപ്പൊ അത്തരത്തിൽ മനുഷ്യനെയും തമ്മിൽ അകറ്റി, പിന്നീട് പ്രസംഗങ്ങളായി ഹിന്ദുക്കളെ മതപരിവർത്തനത്തിന് വിധേയരാക്കുന്ന പരിപാടിയായി, അവരെ രക്ഷിക്കപ്പെടുത്തുന്ന പരിപാടിയായി, അവരുടെ അത് പിശാചാണെന്ന് പറയുന്നതായി, ഇത് അറിഞ്ഞോ അറിയാതെയോ അച്ഛന്മാരും ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ അച്ഛന്മാരും അല്ല, ചുരുക്കമായി പുരോഹിതന്മാർ എല്ലാ വിഭാഗത്തിലെയും. അതിനകത്ത് വിഭാഗത്തിനൊന്നും ഞാൻ ഏറ്റു പറയുന്നില്ല. മാർത്തോമക്കാരാണ് കൂടുതലായിട്ട് ഏറ്റെടുത്തത്. യാക്കോബായിലെ അച്ഛന്മാരും കത്തോലിക്ക അച്ഛന്മാരും ഒക്കെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവരും അല്ലെന്ന് ഞാൻ പറഞ്ഞു, വളരെ ചുരുക്കമായിട്ട് അവിടെ.
അപ്പൊ ഇതോടുകൂടി ഇതൊരു മൂവ്മെന്റായി മാറി. പക്ഷേ ആ പ്രചരണവും ആ തരത്തിലുള്ള പ്രസംഗങ്ങളും വർദ്ധിച്ചപ്പോൾ പൊതു മനസാക്ഷിയിലെ ക്രിസ്തീയ മനസാക്ഷിയിൽ ഇതൊരു കൺവെൻഷനായി അടിഞ്ഞുകൂടി. അപ്പൊ ഒരു ക്രിസ്ത്യൻ കോൺഷ്യസിൽ ഇപ്പൊ ഇതൊരു പോയിസണാണ്, എല്ലാവരും ബാധിച്ചിരിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യാത്തവരുടെയും ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ അവന്റെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും തളം കെട്ടി കിടക്കുകയാണ്. ഈ ഹിന്ദുക്കളുടെ ദൈവങ്ങളൊക്കെ പിശാചുക്കളാണ്, അവരുമായിട്ട് ഒരു തരത്തിൽ സഹകരിക്കരുത്, അവരുടെ ക്ഷേത്രങ്ങൾ. അപ്പൊ മുൻകാലങ്ങളിൽ ഈ ക്ഷേത്രോത്സവങ്ങളിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ക്രൈസ്തവർ പിന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അത് തെറ്റാണെന്ന് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തില് എല്ലാ പരിപാടിക്കും അവിടുത്തെ ക്രിസ്ത്യാനികൾ പോകുമായിരുന്നു. മിക്കവാറും ഉത്സവങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ സ്പോൺസർ ചെയ്യുമായിരുന്നു. പിന്നീട് അങ്ങനെ ചെയ്യുന്ന ക്രിസ്തീയ കുടുംബങ്ങളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. കാരണം എല്ലാ വീട്ടിലും തന്നെ 1-2 പേര് പെന്തക്കോസ്റ്റിൽ പോയി. അല്ലെ ബന്ധുക്കൾ പെന്തക്കോസ്റ്റ് കാണും, അല്ലെങ്കിൽ അമ്മാച്ചൻ കാണും, അല്ലെങ്കിൽ അളിയൻ കാണും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പെന്തക്കോസ്റ്റിൽ കാണും. അപ്പൊ ആ തരത്തിൽ പെന്തക്കോസ്ത് സ്വാധീനം വന്നപ്പോൾ ഈ ചിന്താഗതിക്ക് ശക്തി വർദ്ധിച്ചു. അതോടുകൂടി ഈ അകലം പൂർത്തിയായി. രണ്ടാമത്തെ വശം ഈ മുജാഹിദീൻ ചിന്താധാര മുസ്ലിങ്ങളുടെ ഇടയിൽ വന്നു. മുസ്ലിങ്ങൾ നല്ല കോയിന്റെ ബിരിയാണിയും നെയ്പത്തിരിയും ഒക്കെ ഉണ്ടാക്കി വളരെ സമാധാനമായിട്ട് സന്തോഷം കഴിച്ച് ഞമ്മന്റെ ബിസിനസ്സും ഒക്കെ നടത്തി അവർ നല്ല സമാധാനമായിട്ട് കഴിഞ്ഞോണ്ടിരുന്നപ്പോഴാണ് പുതിയ മുസ്ലിങ്ങൾ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ഇതൊന്നും അല്ല ഇസ്ലാം, നല്ല ഒന്നാന്തരം മൈലാഞ്ചി കൈകളും നല്ല തട്ടവിട്ട പെമ്പിള്ളാരും അവരെയൊക്കെ എന്ത് ചെയ്തു, അടി മുതൽ മുടി വരെ കൊടശീല തയ്പ്പിച്ച് ഇട്ട് മറച്ച്, ഇങ്ങനെയൊന്നും വേഷം കെട്ടിയാൽ പോരാ, മൊത്തം നീ കൊടശീല കൊണ്ട് മറയ്ക്കണം എന്ന് പറഞ്ഞ് തീവ്ര മതചിന്താഗതി മുസ്ലിങ്ങളുടെ ഇടയിൽ പരത്തി. അതിനനുസരിച്ചുള്ള ഇസ്ലാമിക പ്രഭാഷകർ രംഗത്ത് വന്നു. മുസ്ലിങ്ങളുടെ ഇടയിൽ സ്വാധീനമായി, അവർക്ക് പണമായി. ഇതൊക്കെ പഴഞ്ചനാണെന്നും ഇതൊക്കെ പിശാച് ബാധിച്ചവരാണെന്നും പഴയതും പഴഞ്ചൻ പരിപാടിയും ഹിന്ദുക്കളോടുള്ള സൗഹൃദവും ഇതൊന്നും പാടില്ല എന്നും നമ്മൾ മുസ്ലിങ്ങളാണെന്നും നമ്മൾ തീവ്ര മതചിന്താഗതി വെച്ചു പുലർത്തേണ്ടവരാണെന്നും അതാണ് അള്ളാഹുവിന് ഇഷ്ടമെന്നും അത് അള്ളാഹുവിനുള്ള ബലിയാണെന്നും വിശുദ്ധിയുടെ ലക്ഷണമാണെന്നും ഒക്കെ പറഞ്ഞ് മുസ്ലിങ്ങളുടെ ഇടയിലും ഇത്തരത്തിലുള്ള ഒരു തീവ്ര മതസ്വഭാവമുള്ള ഗ്രൂപ്പ് നിലവിൽ വന്നു. അങ്ങനെ ക്രൈസ്തവരുടെ ഇടയിൽ ഈ പെന്തക്കോസ്ത് വിഭാഗവും മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ മുജാഹിദീൻ സ്റ്റൈലിലുള്ള വിഭാഗവും ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഗതികെട്ട് നടുവൊടിഞ്ഞ് കിടന്നവനോ അല്ലെങ്കിൽ ഗതികെട്ടവനോ അങ്ങനെയൊക്കെയുള്ള കുറെ ഹിന്ദുക്കൾ, നശിച്ച നായന്മാര്, പണ്ടൊക്കെ ഈ നായന്മാര് നശിച്ചാൽ ചായക്കട തുടങ്ങും. ഇപ്പൊ നായന്മാര് നശിച്ചാൽ പെന്തക്കോസ്ത് ചേരും. എന്നെ ആരും ഒരു നായന്മാരും കുറ്റം പറയുന്നത്, ഞാൻ പറഞ്ഞു നശിച്ച നായരുടെ കാര്യം. നല്ല നായന്മാരും പെന്തക്കോസ്ത് ചേർന്നിട്ടില്ല. ഈ നക്കി നായന്മാരാണ് പെന്തക്കോസ്ത് ചേർന്നത്. അവർ ആ പരിപാടി മുഴുവൻ പെന്തക്കോസ്ത് വന്നിട്ടും കാണിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് ചേർന്ന നായന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കാം, എല്ലാം ഓരോരോ പ്രശ്നമായി തീർന്നില്ല. ഞാൻ പറയേണ്ട അടുത്ത ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു നായരോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെയോ ഒക്കെ അവിടുന്ന് ഇവിടുന്നും ഈ പെന്തക്കോസ്ത് ചേർക്കും. ഈ അടിസ്ഥാന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ വന്ന് അവർക്ക് വലിയ സ്റ്റേജ് ഒന്നും ഇല്ല. കാരണം അവർ വന്നു എന്നുള്ളത് അവർക്ക് ഗതികേട് കൊണ്ട് വന്ന അവർക്ക് വലിയ പ്രസക്തി. അപ്പൊ ഇന്നടത്ത് ഇന്നാര് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് സാക്ഷ്യം പറയിക്കും, ഹൈലൈറ്റ് ചെയ്യിക്കുക. അപ്പോ മുസ്ലിമിൽ നിന്ന് ഒരുത്തം വന്നു, അല്ലെങ്കിൽ ഹിന്ദുവിൽ നിന്ന്. അപ്പൊ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്, ക്രിസ്ത്യാനിയായ ഒരുത്തൻ എന്താ മുസ്ലിം ആയിരിക്കുന്നു. ഇപ്പം ലാസർ യോഹന്നാൻ മുഹമ്മദ് ഈസയായി, അപ്പൊ അല്ലെങ്കിൽ ജോർജ് വേറെ ഏതാണ്ടായി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് പ്രചരിപ്പിക്കും. അപ്പൊ അവരും എന്ത് ചെയ്യണം, മതപരിവർത്തനം വ്യാപകമാണ്. അപ്പൊ അങ്ങനെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വ്യാപകമായിട്ട് വടക്കു നിന്നും തെക്കു നിന്നും ഈ പരിപാടി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നിവൃത്തിയില്ലാതെ ഏറ്റവും ഒടുവിലായി കേരളത്തിലെ ഹൈന്ദവരുടെ ഇടയിലും ഈ തീവ്ര വർഗീയ നിലപാടുകൾ രൂപപ്പെട്ടു. അപ്പൊ അതിന്റെ അവസാനത്തെ ഉദാഹരണം പ്രതീകങ്ങളായിട്ടാണ് ശശികല ടീച്ചറും ഗോപാലകൃഷ്ണൻ സാറും ഒക്കെ രംഗത്ത് വന്നത്. ഈ ശശികല ടീച്ചറിനെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ വിമർശിക്കുകയും ശശികല ടീച്ചറെ ഏറ്റവും കൂടുതൽ രൂക്ഷമായി ഈ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ നാൾ വരെ ശശികല ടീച്ചർക്കെതിരെ ഒരൊറ്റ അക്ഷരം പറഞ്ഞിട്ടുമില്ല, എഴുതിയിട്ടുമില്ല, ഇനി എഴുതത്തുമില്ല. കാരണം ശശികല ടീച്ചറെ സൃഷ്ടിച്ചത് പെന്തക്കോസ്തുകാരാണ്. ഒരു പെന്തക്കോസ്തുകാരനും ശശികല ടീച്ചർക്കെതിരെ പറയാൻ അർഹതയില്ല, യോഗ്യതയില്ല.
അവകാശമില്ല, ധാർമ്മികമായി യാതൊരു അർഹതയുമില്ല. പെന്തക്കോസ്തുകാര് മാത്രമല്ല, പെന്തക്കോസ്തു വിഷം വമിക്കുന്ന കത്തോലിക്ക കരിസ്മാറ്റിക്കുകാരും മാർത്തോമായിലെ ചില ആളുകളും ഒക്കെ ഉണ്ട്. അവരാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒരിക്കലും കേരളീയ ഹൈന്ദവ സമൂഹത്തിൽ ഒരു ശശികല ഉണ്ടാകത്തില്ല, ഒരു ഗോപാലകൃഷ്ണൻ സാർ ഉണ്ടാവത്തില്ല. അവരങ്ങനെ ഉണ്ടായി വന്നതിന്റെ കാരണം ഇതാണ്. ഞാൻ അതുകൊണ്ട് മനസ്സുകൊണ്ട് ശശികല ടീച്ചറെയും ഗോപാലകൃഷ്ണൻ സാറിനെയും സല്യൂട്ട് ചെയ്യുന്നു. കാരണം അത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവർ എഴുന്നേറ്റു. നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടെ ചേർന്നുണ്ടാക്കുകയാണ്. അല്ല, ഹൈന്ദവർ ഒരിക്കലും അങ്ങനെ ആകത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഏതായാലും അവരുടെ ഇടയിൽ ഒരു തീവ്ര മത ചിന്താഗതിയുള്ള വിഭാഗം ഉൾപ്പെട്ടു. അവരെന്ത് ചെയ്തു? അവരുടെ ഇടയിൽ ക്യാമ്പ്. നിങ്ങൾ മണ്ണാട്ടുപള്ളി പോകരുത്, നിങ്ങൾ പനുമലപ്പള്ളി പോകരുത്, നമ്മൾ എന്തിനാ പള്ളിയിൽ പോകും, നിങ്ങൾ അമ്പലത്തിൽ മാത്രം പോയാൽ മതി. ആര് 10,000-കണക്കിന് ആളുകള്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ പള്ളികളിലൊക്കെ. പ്രത്യേകിച്ച് യാക്കോബായ പള്ളികളിൽ, തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ, കത്തോലിക്കരുടെ പള്ളികളിലും ഒക്കെ ധാരാളമായി ഹൈന്ദവരും. അതൊരു കേരളത്തിലെ ഒരു സാമൂഹിക സൗഹാർദ്ദത്തിന്റെ ലക്ഷണമായി. നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ വന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ, എന്റെ ചെറുപ്പത്തിലൊക്കെ എങ്ങനെ, നമ്മുടെ അമ്പലത്തിൽ ഉത്സവം, അതാ ഞങ്ങളുടെ അവിടെ ക്രിസ്ത്യാനികളും പറയുന്നു. അല്ലാതെ അവരുടെ അമ്പലമൊന്നും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയായിരുന്നു. അപ്പൊ ആ മികച്ച അന്തരീക്ഷത്തെ തകർത്ത് താറുമാറാക്കിയത് ഇതിന്റെ ആരംഭം കുറിച്ച്. ഇപ്പൊ 3 ക്യാൻസറാണ് ഇപ്പൊ കേരളത്തിൽ സാമൂഹിക അന്തരീക്ഷത്തിലുള്ളത്. ഇതാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്ന് കഴിഞ്ഞപ്പോ ഇവരുണ്ടാക്കിയ വിഷ ചിന്താഗതികളാണ് ഇറവറൻസ്, ബഹുമാനക്കുറവുണ്ടാക്കുക. അച്ഛന്മാരെ എന്തിനാണ് ബഹുമാനിക്കുന്നത്? പള്ളിയെ എന്തിനാണ് ബഹുമാനിക്കുന്നത്? പള്ളിക്ക് പ്രസക്തിയില്ല, എവിടെയെങ്കിലും ഇരുന്നാൽ മതി, 2-3 പേർ എന്റെ നാമത്തിൽ കൂടിയാൽ അവിടെയൊക്കെ ഞാനുണ്ടെന്ന് യേശു പറഞ്ഞു. ഈ പറഞ്ഞ പുള്ളി പതിവായിട്ട് പള്ളിയിൽ പോകുമായിരുന്നു. നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ട, യേശു ക്രിസ്തു, ഇപ്പൊ ഞാൻ ഒരാളോട് സംസാരിച്ചതേ പറ്റി. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഈ തീവ്ര മത നിലപാടുകൾ അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് യേശു ക്രിസ്തുവിനെ പറ്റി എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ഒരിക്കലും വേറൊരുത്തന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. സ്വന്തം കമ്മ്യൂണിറ്റിയിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. സ്വന്തം പള്ളിയിൽ പോവും, അവിടെ പ്രസംഗിക്കും. വേറെ ആളുകൾ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാര്യത്തിലോട്ട് വരുന്നുമില്ല, ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കൽ മാത്രമേ എനിക്ക് ഇടപാടുള്ളൂ. വേറൊരു മതവിഭാഗത്തിന്റെ ഇടയിൽ പോയി മതപരിവർത്തനം നടത്താൻ നമ്മുടെ കർത്താവ് ശ്രമിച്ചിട്ടില്ല. കർത്താവിന് വേണേ പോകാമായിരുന്നല്ലോ, ഇല്ലേ? അവിടെയുള്ള മറ്റു മതങ്ങളുടെ ഇടയിൽ പോയി അവരെല്ലാം മാറ്റി. കർത്താവ് അതിനൊന്നും പോയി. കർത്താവ് അതിനല്ല വന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെ പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ ഇപ്പൊ ചോദിക്കുന്നു. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അഭിപ്രായം ഇതാ. യേശു പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ ഞാനുണ്ട്, അതുകൊണ്ട് പള്ളിക്കൊന്നും പ്രാധാന്യമില്ല. പെന്തക്കോസ്തുകാർ പറഞ്ഞു വരുത്തിയ ഒരു കാര്യമാണ്. പക്ഷെ ആ വാക്യം പറഞ്ഞ യേശു കർത്താവ് അവസാനത്തെ ദിവസം വരെ പള്ളിയിൽ പോയി. ഒരു പ്രാധാന്യം ഇല്ലെങ്കിൽ പത്രോസിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ കൂട്ടായ്മ നടത്തിയ പോരായിരുന്നു. യേശു പെന്തക്കോസുകാരനല്ല. പെന്തക്കോസുകാരനായിരുന്നെങ്കിൽ പത്രോസിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ പെന്തക്കോസ് സ്റ്റൈലിൽ അവൻ ഒരു കൂട്ടായ്മ നടത്തത്തുള്ളൂ. യേശു പതിവായി പള്ളിയിൽ പോയിരുന്നു. കാരണം അവൻ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. ലൂക്കോസ് വിശേഷം വായിച്ചു നോക്കുക. പതിവ് പോലെ, അല്ല ഒരു പ്രാവശ്യം അബദ്ധം പറ്റി പള്ളി കയറിയതല്ല, തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. അപ്പൊ യേശുവിന്റെ പതിവുകളിൽ ഒന്നായിരുന്നു പള്ളിയിൽ പോവുക എന്നുള്ളത്. അല്ലെ, പള്ളിക്ക് പ്രാധാന്യമില്ല എന്നുള്ളത് യേശു പറഞ്ഞ കാര്യമല്ല, യേശു പഠിപ്പിച്ച കാര്യമല്ല, അത് ഇവർ ഉണ്ടാക്കിയ നുണയാണ്. അപ്പൊ അതുപോലെ പള്ളിക്ക് പ്രാധാന്യമില്ല, പട്ടക്കാരന് പ്രാധാന്യമില്ല, പുരോഹിതന് പ്രാധാന്യമില്ല, നമ്മളെല്ലാം ഒരുപോലെയാണ്. അടുത്ത നുണയാണ്. അപ്പൊ അതിനുവേണ്ടി എടുക്കുന്ന വാക്യമാണ് ഇപ്പോൾ ഞാൻ വായിച്ച വാക്യം. ആ വാക്യമാണ് 1 പത്രോസ് 2:9. എന്താണത്? അവിടെ വായിക്കുകയാണ്, നിങ്ങളെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു.
അപ്പൊ നിങ്ങളെല്ലാം രാജകീയ പുരോഹിതന്മാരാണ്. ആര്? നമ്മളെല്ലാവരും രാജകീയ പുരോഹിതന്മാരാണ്. അതുകൊണ്ട് വേറെ പുരോഹിതന്മാരില്ല. പൗരോഹിത്യമൊക്കെ തീർന്നു. ഏത് പഴയ നിയമത്തിലായിരുന്നു. ഞാനും ഈ അബദ്ധമൊക്കെ വിശ്വസിച്ച് അങ്ങനെയാന്ന് ഓർത്ത കേട്ടോ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. പുറപ്പാട് പുസ്തകം 19:6. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. അപ്പൊ നിങ്ങൾ എനിക്ക് ആരാണ്? പുരോഹിത രാജത്വമാണ്, അല്ലെങ്കിൽ രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്. അപ്പൊ 1 പത്രോസ് 2:9 എന്തു പറഞ്ഞിരിക്കുന്നോ എക്സാക്ട്ലി സെയിം കാര്യം പുറപ്പാട് 19:6 ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ പുരോഹിത രാജത്വമാണ്, നിങ്ങൾ വിശുദ്ധ ജനമാണ്, നിങ്ങൾ സ്വന്തം ജനമാണ്, വിശുദ്ധ വംശമാണ്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. അത് തന്നെയാണ് പുരോഹിത രാജത്വം. അപ്പൊ നിങ്ങൾ പുരോഹിത രാജത്വമാണെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരിൽ പുരോഹിതന്മാർ ഇല്ലാതെ വന്നില്ല. അപ്പൊ ഇസ്രായേൽ മക്കൾ പുരോഹിത രാജത്വമായിരുന്നു. അതേ കാര്യമാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. 1 പത്രോസ് 2:9 അവിടെ ഞാൻ വായിക്കുന്നു. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. അപ്പൊ മുമ്പേ നിങ്ങൾ ആരല്ലായിരുന്നു? നിങ്ങൾ ജനമല്ലായിരുന്നു. അപ്പൊ മുമ്പേ ജനമായവർ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അവരാരാണ്? അവരാണ് ഇസ്രായേൽ ജനം. ആ ഇസ്രായേൽ ജനം ആരായിരുന്നു? പുരോഹിത രാജത്വമായിരുന്നു, രാജകീയ പുരോഹിത വർഗമായിരുന്നു. അപ്പൊ അവർ രാജകീയ പുരോഹിത വർഗമായിരുന്നു. മുന്നമേ രാജകീയ പുരോഹിത വർഗമായിരുന്നു ഇസ്രായേൽ. ആ സമയത്ത് നിങ്ങളല്ലായിരുന്നു. യു വെർ എലിനേറ്റഡ് ഫ്രം ദ കോമൺവെൽത്ത് ഓഫ് ഇസ്രായേൽ. വാഗ്ദാനത്തിന്റെ നിയമങ്ങൾക്ക് നിങ്ങൾ അന്യരായിരുന്നു, നിങ്ങൾ പരദേശികളായിരുന്നു. പൗലൂസിന്റെ ഭാഷയാ, പത്രോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ ഇതാ. അപ്പൊ മുന്നമേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ നിങ്ങൾ ജനം, ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ ജനം. നൗ യു ബിക്കെയിം ദ പീപ്പിൾ ഓഫ് ഗോഡ്. അതേ ഉള്ള അതിന്റെ അർത്ഥം. അല്ല നമ്മളെല്ലാം പുരോഹിതന്മാരാണ് അതിന് അർത്ഥമില്ല. ദൈവത്തിന്റെ ജനം പുരോഹിത രാജത്വമാണ്. അത് പുതിയ നിയമത്തിൽ സംഭവിച്ച അത്ഭുതമൊന്നുമല്ല. പുറപ്പാട് 19:6 തന്നെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, പഴയ നിയമം ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ ആരാണ്? റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ്. അപ്പൊ പഴയ നിയമ ഇസ്രായേല് ദൈവത്തിന്റെ ജനമായിരുന്നു, റോയൽ പ്രീസ്റ്റ്ഹുഡ് ആയിരുന്നു, ഓൺ നേഷൻ, ഹോളി നേഷൻ ആയിരുന്നു, ഓൺ പീപ്പിൾ ആയിരുന്നു, ചോസൻ ജനറേഷൻ ആയിരുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടത്. ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇസ്രായേൽ അവരാരായിരുന്നു? ചോസൻ ജനറേഷൻ, ഹോളി നേഷൻ, ഓൺ പീപ്പിൾ, റോയൽ പ്രീസ്റ്റ്ഹുഡ് ആയിരുന്നവര്. ഇപ്പൊ നമ്മൾ ആ സമയത്തല്ലായിരുന്നു. ബട്ട് നൗ, ഇപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കുന്നു. അതാണ് പത്രോസ് ശ്ലീഹ എഴുതിയിരിക്കുന്നത്. മുമ്പേ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നു. കാട്ടൊലീവായിരുന്ന നമ്മെ നാട്ടൊലീവോടവനൊട്ടിച്ചു. കണ്ടോ? അപ്പൊ നാട്ടൊലിവായിരിക്കുന്ന ഇസ്രായേലിനോട്, ഈ നാട്ടൊലിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ റോയൽ പ്രീസ്റ്റ്ഹുഡ്, ദേ ആർ ഹോളി നേഷൻ, ദേ ആർ ഓൺ പീപ്പിൾ, ദേ ആർ ചോസൻ ജനറേഷൻ. നൗ വി ഓൾസോ ബിക്കേം ജസ്റ്റ് ലൈക്ക് ദം. നൗ ആരാണ് നമ്മൾ? ഹോളി നേഷൻ, റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഓൺ പീപ്പിൾ, ചോസൻ ജനറേഷൻ. നമ്മളും അതായി. അപ്പൊ ഇനി മുതൽ നമ്മുടെ ഇടയിലും ആരുണ്ടാകും? പുരോഹിതന്മാർ ഉണ്ടാകും. മനസ്സിലായോ? അതുകൊണ്ടാണ് പരിശുദ്ധ സഭയിൽ പുരോഹിതന്മാരുള്ളത്, പൗരോഹിത്യമുള്ളത്. എന്തുകൊണ്ടാണ്? നമ്മൾ റോയൽ പ്രീസ്റ്റ്ഹുഡ്.
അല്ല ഇവര് പറയുന്നല്ലോ ഇത് രാജകീയ പുരോഹിത വർഗമാടാ പോയി, അതുകൊണ്ട് അടിയടാ, ഇനി പുരോഹിതന്മാരൊന്നും ഇല്ല, അച്ഛന്മാരൊന്നും ഇല്ല, പട്ടക്കാരില്ല, അതിന് പ്രാധാന്യമില്ല. എന്തോ ഒരു അബദ്ധമാണ് അത്. വളരെ വ്യക്തമായിട്ട് ഈ സെയിം കാര്യം പുറപ്പാട് പുസ്തകം 19:6 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമുക്കതില്ലായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലനും സെയിം കാര്യം പറയുന്നത്. നിങ്ങൾക്ക് നേരത്തെ അത് ഇല്ലായിരുന്നു. നിങ്ങൾ വാഗ്ദാനത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു, നിങ്ങൾ അകന്നിരുന്നവരായിരുന്നു, നിങ്ങൾ അന്യരായിരുന്നു, നിങ്ങൾ പരദേശികളായിരുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയിൽ ജാതികളായിരുന്നു. ജഡത്തിന്റെ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് നിങ്ങൾ വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവും ഇല്ലാത്തവരും വാഗ്ദാനത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്നോർത്തുകൊള്ളുകയും. യു ആർ ഇൻ ദിസ് വേൾഡ് വിത്ത് നോ ഗോഡ്, പറഞ്ഞാൽ നോ ലിവിംഗ് ഗോഡ്, വിത്ത് നോ ഹോപ്പ്, alienated from the commonwealth of Israel. But now, because of the precious blood which was shed at the cross of Calvary, we became the children of God. What a wonderful love it is. അതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. Behold, what manner of love it is. Now we are the children of God. നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്നു. അപ്പൊ നമ്മളെ എന്തിനോട് ചേർത്തു? ദൈവത്തിന്റെ ജനത്തോട് ചേർത്തു, ഇസ്രായേലിനോട് ചേർത്തു, ഇസ്രായേൽ ജനത്തോട് ചേർത്തു. അതാണ് സംഭവിച്ചത്. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്തിൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക്, ആരാണ് ദൂരത്തായിരുന്നത്? നമ്മളാണ്. മുന്നമേ ദൂരസ്ഥരായിരുന്നവർ, വിജാതീയർ. ദൂരത്തായിരുന്ന നിങ്ങളോട് അവൻ സമാധാനം സുവിശേഷിച്ചു. അടുത്തത്, സമീപസ്ഥരോടും അവൻ എന്ത് ചെയ്തു? സമാധാനം സുവിശേഷിച്ചു. ഇന്ന് ചില ആളുകൾ പറയുന്നത് ഇസ്രായേലിന് വേറെ പാക്കേജാണ്, ജാതികൾക്ക് വേറെ പാക്കേജാണ്. ഇപ്പോഴത്തെ ഇവരുടെ സുവിശേഷമാണ്. ബാൻഡുമേളമായിട്ട് വന്ന് നമ്മളെ ജാതികളെ പൊക്കി മേഘത്തെ ഇരുത്തും, ഇസ്രായേലിന് അത് കഴിഞ്ഞ് ചൂരൽ വെച്ച് അടി കൊടുക്കും. അപ്പം പിന്നെ പല പാക്കേജാണ്. ബൈബിൾ അങ്ങനെ പറയുന്നില്ല. ദൂരസ്ഥരോട് സമാധാനം പറഞ്ഞു, സമീപസ്ഥരോടും സമാധാനം പറഞ്ഞു. പെന്തക്കോസ്തുകാർ പിന്നെ മലയാളികൾക്ക് വേറൊരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാക്കി. മലയാളികൾക്ക് ആഭരണം ഇടാൻ പാടില്ല, മലയാളി പാക്കേജ്, അതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇവിടെ നോക്കുക, ദൂരസ്ഥരായിരുന്നവർക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ഏകാത്മാവിനാൽ ആരാണ്? നമ്മളും ഇസ്രായേലരും ഒരേ ആത്മാവിലാണ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത്. ഇനി ആരല്ല, ഇനി നമ്മൾ രണ്ടല്ല, ഒന്നാണ്. ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ആകയാൽ നിങ്ങൾ ഇനി ആരാണ്? വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്. അപ്പൊ സഹപൗരത്വം നമുക്ക് ലഭിച്ചിരിക്കുന്നു, കോ സിറ്റിസൺഷിപ്പ്. അല്ല ഇസ്രായേലിന് വേറൊരു പാക്കേജും നമുക്ക് വേറൊരു പാക്കേജുമല്ല. നമ്മളെ ഇസ്രായേലിനോട് ചേർത്തു. നമ്മളാണ് ഇസ്രായേൽ, നമ്മളാണ് ഇനി യഹൂദൻ. ആരാണ് യഹൂദൻ? ജഡത്തിൽ ആശ്രയിക്കാതെ ഹൃദയത്തിൽ പരിച്ഛേദനുള്ളവനായി ആത്മാവിൽ ആരാധിക്കുന്നവൻ ഇസ്രായേൽ, സാക്ഷാൽ ഇസ്രായേൽ. ഇതാണ് സംഭവിച്ചത്. ഇതാണ് പൗരോഹിത്യത്തെ സംബന്ധിച്ച് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വന്നു കഴിയുമ്പോൾ പൗരോഹിത്യം എല്ലാ തരത്തിലും വാലിഡാണ് എന്നാണ് നമുക്ക്
മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പഴയ നിയമം ഇസ്രായേലിനോട് നമ്മൾ ചേർക്കായിരുന്നു, തുല്യമാക്കായിരുന്നു. അല്ലെങ്കിൽ ആ വാക്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ആ വാക്യത്തെ വ്യാഖ്യാനിക്കുകയാണ് നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാവരും പുരോഹിതന്മാരാണ്, അതുകൊണ്ട് നമുക്ക് വേറെ പുരോഹിതന്മാർ വേണ്ട എന്നുള്ള രീതിയിലാണ് ആ വാക്യത്തെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ അതേ വാക്യം പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് സ്പെഷ്യൽ പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും പുരോഹിത വർഗമാണ് എന്ന ബോധം അവർക്കുണ്ടായിരുന്നു. ആ ബോധം അവർക്കുള്ളപ്പോൾ തന്നെ അവരുടെ പുരോഹിതന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും ആ പുരോഹിത വർഗത്തോട് ചേർക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഒരിക്കലും പുരോഹിതന്മാർ ഇല്ലാതെയാകുന്നില്ല. പുരോഹിതന്മാർ പൗരോഹിത്യത്തെ ഇല്ലാതെയാക്കുവാനല്ല ആ വാക്യം എഴുതിയിരിക്കുന്നത്, മറിച്ച് നമ്മുടെ ഇടയിൽ നിലവിലുള്ള പൗരോഹിത്യത്തെ ഉറപ്പിക്കുവാനാണ് ആ വാക്യം ഉതകുന്നത്. ഇങ്ങനെ ഒരു വാക്യം ഇല്ലായിരുന്നെങ്കിൽ, ഒത്തിരി പുരോഹിതന്മാരായ സുഹൃത്തുക്കള് എനിക്കുണ്ട്, അവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ വാക്യം വളരെ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് പലയിടത്ത് ഉത്തരം മുട്ടിക്കുന്ന വാക്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വാക്യം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പുരോഹിതന്മാർക്ക് യാതൊരു വാലിഡിറ്റി ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം പുരോഹിതന്മാരുടെ വാലിഡിറ്റിയെ കളയുന്ന വാക്യമല്ല ഇത്, മറിച്ച് പുരോഹിതന്മാർക്ക് വാലിഡിറ്റി കൊടുക്കുന്ന വാക്യമാണ്. എങ്ങനെയാണെന്നറിയാവോ? കാരണം രാജകീയ പുരോഹിത വർഗത്തിനിടയിൽ നിന്നാണ് പഴയ നിയമത്തിൽ പുരോഹിതന്മാരെ തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം വഴിയെ പോയ ഈ ക്രിസ്ത്യാനികളുടെ എങ്ങനെ പുരോഹിതം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗരോഹിത്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കൽപ്പനയുണ്ടോ? ഇവിടെ നമുക്ക് പൗരോഹിത്യം ഉണ്ടാക്കുന്ന പുതിയ നിയമത്തിൽ വാക്യം കാണോ? ഉണ്ടോ? പുതിയ നിയമത്തിൽ വാക്യമുണ്ടോ? ഇല്ല. അപ്പൊ പുതിയ നിയമത്തിൽ നമുക്ക് പുരോഹിതന്മാരെ ഉണ്ടാകാം എന്നുള്ളതിന്റെ ഏറ്റവും ഉറപ്പേറിയ വാക്യമാണ് ഈ കിടക്കുന്ന വാക്യം. എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തിന്റെ സാധുത നൽകുന്ന ഒരു വാക്യമാണ് ഈ ദീർഘവർഷങ്ങളിൽ പൗരോഹിത്യത്തിനെതിരായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി എന്നെ കേൾക്കുന്ന പൗരോഹിത്യ സഭകളിലുള്ളവർ ഈ വാക്യം എടുത്ത് ശരിയായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം. കാരണം നമ്മൾ പുരോഹിത ജനമാണ്, അതുകൊണ്ട് നമുക്ക് പുരോഹിതന്മാരാകാം. മനസ്സിലായോ? നമ്മൾ പുരോഹിത ജനമാണ്, അതുകൊണ്ട് നമുക്ക് എന്താകാം? പുരോഹിതന്മാരാകാം. അതാണ് അതിന്റെ അർത്ഥം. നമ്മൾ പൗരോഹിത്യ ജനമാണ്, അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് എന്താകാം? പുരോഹിതന്മാരാകാം. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ചിലരെ എന്താക്കാൻ പറ്റും? പുരോഹിതന്മാരാക്കാൻ പറ്റും. ഒരു പോസിറ്റീവ് വാക്യമാണത്. ഇതേ വാക്യമാണ് പുറപ്പാട് പുസ്തകം 19:6 ദൈവം തന്റെ ജനത്തോട് പറയുന്നത്, നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനവും പുരോഹിത രാജത്വവുമാകുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ചിലർക്ക് എന്താകാം? പുരോഹിതന്മാരാകാം. സെയിം കാര്യമാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളെയും എന്ത് ചെയ്തിരിക്കുന്നു? ഇത്രയും നാൾ നിങ്ങൾ അതൊന്നും അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ മുതൽ നിങ്ങൾ ആരാണ്? പുരോഹിത രാജത്വമാണ്. അപ്പൊ നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് ചില ആളുകൾക്ക് പുരോഹിതന്മാരാകാൻ എല്ലാ തരം അനുമതിയും ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു, നമുക്ക് അർഹത കിട്ടിയിരിക്കുന്നു, നമ്മൾ യോഗ്യത പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സംശയം ചോദിച്ച സഹോദരന് നന്ദി. ആ സംശയം ചോദിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ആളുകളോട് ഇത് ഈ തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചത്. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സംശയങ്ങളെ ചോദിക്കുക, മിണ്ടാതിരിക്കരുത്. ലെറ്റ് us സ്റ്റഡി ടുഗദർ. എല്ലാ ചോദ്യത്തിനും ഉത്തരം അറിയാവുന്ന ഒരു അത്ഭുത മനുഷ്യനൊന്നും അല്ല ഞാൻ. നമ്മൾ ഒരുമിച്ച് പഠിക്കാം എന്ന് മാത്രമേ ഗ്യാരണ്ടി പറയുന്നുള്ളൂ. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുക, ഒരുമിച്ച് പഠിക്കുക. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, സത്യം എന്താണെന്ന് മനസ്സിലായി. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ എന്നൊക്കെയുള്ള സംശയങ്ങളെ നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ വിനു ജോസഫ് ഒക്കെ എഴുതുന്നുണ്ട്. നമ്മൾ പുരോഹിത വർഗമാണ്, രാജകീയ പുരോഹിത ഗണം. ഇതിൽ നിന്ന് എക്സാക്ട്ലി കറക്റ്റ് വിനു ജോസഫ്. തോമസ് അലക്സാണ്ടർ ചാക്കോ ഒരു കറക്റ്റ് വാക്കി എഴുതിയിട്ടുണ്ട്. അതിന്റെ റെഫറൻസും കൂടെ എഴുതാണ് നല്ലതാണ് കേട്ടോ, ഈ വായിക്കുന്ന ആളുകൾക്ക്.
ഏത് പുസ്തകത്തിലാന്നൊക്കെ മനസ്സിലാവും. ഇപ്പൊ നോക്കുക, നമ്മുടെ ഓഡിയൻസ് എത്ര പ്രബുദ്ധരാണ്. എല്ലാ ആളുകൾക്കും തന്നെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു വന്ന എന്റെ കൺസേൺ, ഞാൻ ആ മാമലശ്ശേരി പള്ളി പണിയെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ മാമലശ്ശേരി യാക്കോയക്കാർക്ക് ഈ കുന്നുംപുറത്ത് 1.5 ഏക്കർ സ്ഥലത്ത് അവരിങ്ങനെ ഒരു പള്ളി പണി, നമ്മളതിന്റെ വീഡിയോ ഒക്കെ കണ്ടു. അപ്പൊ അതിന് ഈ ഓല കൊടുത്തത് ശ്രീരാമകൃഷ്ണ ക്ഷേത്രക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിട്ടില്ല ആ മത സാഹോദര്യം. അതിനെ നമുക്ക് ഊട്ടി ഉറപ്പിക്കണം. നമ്മൾ ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ഉൾക്കൊള്ളണം. ഇതിനകത്ത് വിദ്വേഷം, എല്ലാത്തരം വിദ്വേഷവും മാറ്റിക്കളയണം. ഇപ്പൊ ഒരുപക്ഷെ ഹിന്ദുക്കളൊക്കെ വല്ലാതെ അകന്നുപോയി കാണും. അവരകന്നേ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. നിരന്തരമായ ഈ തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ, എക്സ്ക്ലൂസീവ് മതപ്രഭാഷണങ്ങൾ, അതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ അവിടെ ഒരു സുവിശേഷ വേലയ്ക്ക് ഹിന്ദുക്കൾ തല്ലിയെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ തലേദിവസം അവിടെ പ്രസംഗം അത്ര മോശമായി. ഹിന്ദു ദൈവങ്ങളുടെ പോസനെയൊക്കെ കളിയാക്കി. ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അപ്പം അതുകൊണ്ട് മുറിവേറ്റതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ സ്നേഹപൂർണമായ സമീപനം കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളുക. എന്നെ ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാർ കേൾക്കുന്നുണ്ട്, നിങ്ങളും യാഥാർത്ഥ്യം മനസ്സിലാക്കുക. എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിനു മുമ്പ് കേരളത്തിൽ വളരെ സൗന്ദര്യവതികളായി നിങ്ങളുടെ സ്ത്രീകൾ നല്ല വേഷമൊക്കെ ധരിച്ച് മൈലാഞ്ചി ഇട്ടും മര്യാദക്കാണ്. ഈ കേരളത്തിലൊന്നും ഒരു ദോഷം ഉണ്ടായിട്ടില്ല. ഇപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ മതചിഹ്നങ്ങൾ, സ്പർദ്ധ വളർത്താൻ വേണ്ടി ഇസ്ലാമികമായിട്ട് അവരിപ്പം ഈ കറുത്ത കുപ്പായ ഇടിക്കുക, പർദ്ദ ഇടിക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ അതൊരു മത വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടി, അവർക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന സെക്യൂരിറ്റിക്ക് വേണ്ടി അതൊക്കെ വാദിക്കുന്നതേ ഉള്ളൂ. അപ്പം പെന്തക്കോസുകാരെന്ത് ചെയ്യാണ്? പെന്തക്കോസുകാർ ആഭരണം ഊരിച്ച് അവരൊരു വഴിക്ക് ആഭരണമൊക്കെ ഊരി റിബല്യസ് ആയിട്ട് പ്രദർശിപ്പിക്കുക. അപ്പൊ ഹിന്ദുക്കൾ എന്ത് ചെയ്യാണ്? കുറി മുകളിലോട്ട് കയറ്റി വരയ്ക്കുക. ഈ കുറിയൊക്കെ നേരത്തെ വരച്ചോണ്ടിരുന്നത്, അവർ മര്യാദക്കായിരുന്നു കുറി തൊട്ടുകൊണ്ടിരുന്നത്. കാരണം അവര് അമ്പലത്തിൽ പോകുന്ന ഭക്തിയുള്ള ആളുകൾ കുറി തൊടും. പക്ഷെ ഇന്നതെല്ലാം ഓരോ സന്ദേശം കൊടുക്കുക. നമ്മുടെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമായിരിക്കും. അപ്പൊ ഭക്തിയേക്കാൾ ഉപരി ഇതെല്ലാം ഒരു യുദ്ധത്തിന്റെ സന്നാഹം പോലെ തോന്നുക. അത് മാറ്റുവാൻ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ആത്മീകമായി പുരോഗതി പ്രാപിക്കല്ലായിരുന്നു, അധോഗതി പ്രാപിക്കുക. മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്ത ഹിന്ദുവിനോട് മിണ്ടാതെയും അവന്റെ ഉത്സവം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പോകാതെയും അവനോട് പിണങ്ങിയും അല്ലെങ്കിൽ അകലം പാലിച്ചു അല്ലെ വേർപാട് പാലിച്ചു ഒക്കെ നമ്മൾ സമ്പാദിച്ചു എന്ന് കരുതിയ ആ സ്പിരിച്വാലിറ്റി, നമ്മൾ സ്പിരിച്വലി എലിവേറ്റഡ് ആയി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരായിരുന്നു നമ്മളെക്കാൾ കാതങ്ങളോളം ആത്മീക ഔന്നത്യാവസ്ഥ പ്രാപിച്ചിരുന്നു. നാരായണനും ഔദയും മമ്മദും ഒക്കെ ഒരുമിച്ച് നടന്നിരുന്ന ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. അതായിരുന്നു സ്പിരിച്വലി എലിവേറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ പുരോഗതി പ്രാപിച്ചപ്പം ആത്മീകമായി അധപ്പതിക്കുകയാണ് ചെയ്തത്, അല്ലാതെ ആത്മീകമായി യാതൊരു പുരോഗതിയും പ്രാപിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ 3 മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അവരുടെ പഴമയിലേക്ക്, തനിമയിലേക്ക്, തൽസ്വരൂപത്തിലേക്ക് ഒക്കെ മടങ്ങിപ്പോവുക. സമാധാനം, സ്നേഹം, സാഹോദര്യം, ഇതാണ് ഈ മതങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. അപ്പൊ ആ ആശയങ്ങളെ പ്രാവർത്തികമാക്കി ജീവിതത്തിൽ അനുഭവിച്ചിരുന്നവരാണ് നമ്മുടെ പൂർവികർ, മുൻ തലമുറക്കാർ. ഇസ്ലാമിന്റെ മുദ്രാവാക്യം തന്നെ സാഹോദര്യമാണ്. ക്രൈസ്തവന്റെ കൊടിയടയാളം സ്നേഹമാണ്. ഹിന്ദുക്കൾ പറയുന്നത് തന്നെ ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്നാണ്. വിശ്വശാന്തിയാണ് അവരുടെ മന്ത്രം. അപ്പൊ ഈ മതങ്ങളുടെ ഒക്കെ മന്ത്രങ്ങളും മോട്ടോകളും ഒക്കെ യഥാർത്ഥത്തിൽ ഫലമണിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ലൈസ് ഓഫ് ലാൻഡാണ് കേരളം. ഇറ്റ് വാസ് ഗോഡ്സ് ഓൺ കൺട്രി. നൗ ഇറ്റ് ബിക്കെയിം ഡെവിൾസ് ഓൺ കൺട്രി. അപ്പം ഇതെല്ലാം തുടക്കം കുറിച്ചത് ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്ന വിഷമാണ്. അതേ തുടർന്ന് അടുത്ത വിഷം വന്നു, അതേ തുടർന്ന് അടുത്ത വിഷം വന്നു. ഇപ്പൊ ത്രിവിധ വിഷം
കേരളത്തെ കലുഷിതമാക്കുകയാണ്. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ രാഷ്ട്രീയക്കാർ നടക്കുന്നുണ്ട്. അങ്ങനെ കേരളം ഈ ഭ്രാന്താലയം വീണ്ടും ഒരിക്കൽ കൂടെ റീബ്രാൻഡ് ചെയ്യപ്പെടേണ്ട സ്ഥിതിയിലായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവരും നന്നാക്കാൻ പറ്റത്തില്ല. നമുക്ക് സ്വയം നന്നാകാം. ക്രൈസ്തവരെന്ന നിലയിൽ നമ്മുടെ ഇടയിൽ ഈ മതഭ്രാന്തിനെ പുറത്താക്കുവാൻ, ഈ മതവിദ്വേഷം പരത്തിയ മറ്റുള്ളവരെ വെറുക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് അകലുവാനും മറ്റുള്ളവരോട് സഹകരിക്കാതിരിക്കുവാനും ഒക്കെ നമ്മളെ പരിശീലിപ്പിച്ച, പഠിപ്പിച്ച, ബോധപൂർവം നമ്മുടെ തലയ്ക്കകത്ത് വിഷം കുത്തിവെച്ച ഈ മതഭ്രാന്തിനെ പുറത്താക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും മാമോദിസ പോകരുത്, പിശാച. ആരെങ്കിലും ഒരു ശ്രാദ്ധം വിളിച്ചാൽ പോകല്ലേ കേട്ടോ, പിശാച് കയറി കഴിഞ്ഞ് പിന്നെ പാസ്റ്ററോട് പറയല്ലേ, എനിക്ക് ഇറക്കാൻ നേരമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആരെങ്കിലും മാമോദിസയ്ക്ക് വിളിക്കുവോ? നിന്നെ ഒന്നും വിളിക്കുമെന്ന് തോന്നില്ല. ഒരു അപേക്ഷയൊക്കെ കൊടുക്ക്. പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ മതി. ഞാൻ എൻ്റെ ചിന്താഗതികൾ മാറ്റി. അപ്പൊ എന്നെ മാമോദിസയ്ക്കൊന്നും വിളിക്കാത്ത എന്റെ ബന്ധുക്കളെ ഇനി മുതൽ എന്നെ മാമോദിസയ്ക്ക് വിളിക്കണം. ഞാൻ മാമോദിസയ്ക്കൊക്കെ വരാൻ തീരുമാനിച്ചു. ബന്ധക്കോസാരെയൊന്നും ആരും വിളിക്കുക, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോവുകയും സഹകരിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യരുമായിട്ട് ഒന്നാകുകയും, അപ്പൊ ആ മനുഷ്യരുമായിട്ട് സഹകരിക്കുമ്പോഴാണ് ദൈവം അവിടെ പ്രസാദിക്കുന്നത്. അവിടെ മാത്രമാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത്. സോ ലവ് പ്രിവെയിൽസ്. സ്നേഹം ജയിക്കട്ടെ. സ്നേഹം എല്ലാത്തിനെയും ജയിക്കുന്നതാണ്. സ്നേഹം എല്ലാത്തിനെയും അതിശയിപ്പിക്കുന്നതാണ്. ആ സമാധാനം നമുക്കുണ്ടാകട്ടെ. അപ്പൊ തെറ്റിദ്ധാരണകൾ മാറിപ്പോകട്ടെ. നമുക്ക് അതുകൊണ്ട് പൗരോഹിത്യമുണ്ട്. പൗരോഹിത്യമുള്ളത് കൊണ്ട് തന്നെ പുരോഹിതന്മാരും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടെ ചോദ്യം ചോദിച്ച സഹോദരൻ നന്ദി. മേ ഗോഡ് ബ്ലസ് യു.